അപ്പോൾ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ കണക്ഷനും CCTVയുടെ കണക്ഷനും അതൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് കഴിഞ്ഞതിലുള്ള അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നവർ മുന്നിലുള്ള ക്ലാസ്സും കൂടെ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മുന്നിലുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഇതിനകത്ത് ഞാൻ എല്ലാം പറഞ്ഞിരുന്നില്ല, ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഈ റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു DVRനെ വെച്ച് ഈ റീസ്റ്റോർ പെട്ടെന്നുള്ള ഓപ്ഷനിലുണ്ട്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ സെറ്റിങ് ചെയ്ത് കുറച്ച് റോങ് ആയി പോയെങ്കിൽ, എന്തെങ്കിലുമൊക്കെ സെറ്റിങ് മാറ്റണമെങ്കിൽ റീസ്റ്റോർ പോയാൽ കണ്ടോ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ സെലക്ട് ആൾ ജനറൽ റെക്കോർഡ് കോൺഫിഗറേഷൻ നെറ്റ്വർക്ക് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലോ ഇത് സെലക്ട് ആൾ കൊടുത്തിട്ട് അങ്ങനെ സെലക്ട് ആൾ കൊടുത്താൽ അതിങ്ങനെ വരും. അതല്ല നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിച്ചാൽ അത് റീസ്റ്റോറായി വരും. റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്, കമ്പനി സെറ്റിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോ മെയിൻ്റനൻസ് ഇത് ഏതാണ്ട് എവരി ട്യൂസ്ഡേ 1 o'clock എന്ന് കിടക്കുന്നത് AM ആയിരിക്കും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഒരു ട്യൂസ്ഡേ എന്നുള്ള ഏതെങ്കിലും ദിവസമാക്കി കൊടുക്കാം. ഓട്ടോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ ഡിക്റ്റേറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന കണക്ക് വരും. ഓട്ടോ ഡിക്റ്റേറ്റ് ഓൾഡ് ഫയൽ അഡ്വാൻസ്ഡ് അതൊക്കെ ആണ്. പിന്നെ അക്കൗണ്ടിന് അഡ്മിൻ അങ്ങനെ ഇതിനകത്ത് വേണമെങ്കിൽ കുറേ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറെ പലർക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഇതുണ്ട്. ഇത് കുറച്ച് അഡ്വാൻസ് ഓപ്ഷൻസ് ഉള്ള DVR ആയിരുന്നു. ബ്ലാക്ക് വെർട്ടിക്കൽ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഡിസ്പ്ലേയുടെ സെറ്റിങ്ങും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ അപ്ഗ്രേഡ് ഫ്രം USB, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫ്രെയിംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഡിവൈസ് ഇൻഫോം ഈ സ്റ്റോറേജ് കണ്ടോ, സ്റ്റോറേജിൽ റീഡ് ആൻഡ് റൈറ്റ് ഓപ്ഷൻ, അതാണ് റീഡ് ഉള്ളി റൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഫോർമാറ്റ് സ്റ്റോറേജ്. അതായത് ഇതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേനും ഇവിടെ ഫയൽസ് കാണിക്കും. അതിനെ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത് ഫോർമാറ്റ് ചെയ്ത് വിടാമെന്ന്, ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ അതാണെങ്കിൽ ഈ സ്റ്റോറേജിനകത്താണ് വരുന്നത്. ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ സിപ്പ് ഫയലായിട്ട് തന്നെ ഈ സിപ്പ് ഫയലായിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒരു പെൻ ഡ്രൈവ് എടുത്ത് കൊടുക്കുമ്പോൾ മാത്രമേ കറക്റ്റായിട്ട് അത് കാണിക്കത്തുള്ളൂ. ഇതിനകത്താണ് ഈ ഫയൽ ഇതിൽ നിന്ന് കോപ്പി ചെയ്യാനും ഇതിൻ്റെ ഫ്രെയിം വെയറൊക്കെ ഇങ്ങോട്ട് ചെയ്യണമെങ്കിലും മറ്റുള്ള ഫയൽ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മോഷൻ ഡിറ്റക്ടർ എന്ന് വെച്ചാൽ ഈ ക്യാമറയ്ക്കകത്ത് മോഷൻ ഡിറ്റക്ടർ സെലക്ട് ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് ജനറൽ ഇതിൽ ക്യാമറയുടെ ഒക്കെ ഇതൊക്കെ കൊടുത്തുകൊണ്ട് മോഷൻ ഡിറ്റക്ടർ സെലക്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ ഏരിയയിൽ ആളെന്നൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അത് അലാം അടിക്കാൻ തുടങ്ങും. അലാം അടിക്കാതെ വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് സെൻഡ് ഇമെയിൽ, മൊബൈൽ റിപ്പോർട്ടഡ്, അങ്ങനെ ലോഗോ, ബസർ, FTP അപ്ലോഡർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്ത് വേണമെന്നുള്ളതാണ് നമുക്ക് ഈ അലാറം അടിക്കുമ്പോൾ, അതായത് ഇതിൻ്റെ മോഷൻ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സെറ്റിങ്ങാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ ടൈമൊക്കെ ഉണ്ട്, എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ഡിലേ വരേണ്ടുള്ളത്, അങ്ങനെ അതായത് നിങ്ങൾക്ക് മെസ്സേജ് വരെ ഏതെങ്കിലുമൊക്കെ ചെയ്യേണ്ടുള്ളത്. മൊബൈൽ റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ അത് മെസ്സേജ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. മെയിൽ വായിക്കാൻ പറ്റും, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അലാം ഇൻപുട്ട്, ഇതിന് വേറെ ഏതെങ്കിലും അതായത് സെൻസർ വെച്ചോട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ അലാം ഇൻപുട്ട് കൊടുത്തുകൊണ്ട് അതിൽ നിന്നൊരു NONC അങ്ങനെ ഒരു കണക്ടർ വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ആ സമയത്ത് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലാം ഇൻപുട്ട് മറ്റൊരു ഡിവൈസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ഡിവൈസിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അലാം ഇൻപുട്ട് എന്ന് പറയുന്നുള്ള ഓപ്ഷൻസ്.
ഈ അലാം അബ്നോർമാലിറ്റിയിൽ ഷോ മെസ്സേജ് വേണോ, ബസർ വേണോ, മൊബൈൽ റിപ്പോർട്ടഡ് വേണോ, ഇമെയിൽ വേണോ, അതാണ് നോക്കുന്നത്. അപ്പോൾ നോ സ്റ്റോറേജ് ഡിവൈസ് ഇല്ലെങ്കിൽ, സ്റ്റോറേജ് ഡിവൈസിന് എറർ ഉണ്ടെങ്കിൽ, സ്റ്റോറേജ് സ്പേസ് ഇല്ലെങ്കിൽ, നെറ്റ് ഡിസ്കണക്ഷൻ, IP കോൺഫിഗറേഷൻ, ഇതിലേതെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അലാം വരത്തക്ക രീതിയിലാണ് ഇതിൻ്റെ സെറ്റിംഗ് ചെയ്യേണ്ടുള്ളത്. അങ്ങപ്പോഴേ കാരണം ബേസിക്കൽ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊന്നും ചെയ്തില്ല. അതെല്ലാം ഡിഫോൾട്ടിൽ കൂടി വീഡിയോ ലോസ് ഏതെങ്കിലും രീതിയിൽ വീഡിയോ ലോസൊക്കെ വരുവാണെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് അലാം ആൻഡ് വീഡിയോ ലോസ്. ഈ അലാമിൻ്റെ ഓപ്ഷനിനകത്ത് പോയാലാണ് അതെല്ലാം കിട്ടുന്നത്. പിന്നെ അടുത്ത ജസ്റ്റ് ഇൻഫോമിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഇൻഫോം, വെർഷൻ ലോഗോ, അതിൻ്റെയൊക്കെ ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് അതൊക്കെ ചെയ്യാനുള്ള ഡിവൈസിൻ്റെ ഇൻഫോമാണ് ഉദ്ദേശിക്കുന്നത്. റെക്കോർഡിംഗ് കോൺഫിഗറേഷൻ, ഷെഡ്യൂളായിട്ട് വേണോ, മാനുവലായിട്ട് വേണോ, സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഇതാണ് മോഡ്. എല്ലാ ആഴ്ചയിലും എല്ലാ വീക്കിലും നമുക്ക് അങ്ങനെയൊക്കെ ചില ഇത് വയ്ക്കാം. അപ്പം സൺഡേ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവധിയുള്ള ദിവസം റെക്കോർഡിങ് വേണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ വയ്ക്കാം. വീക്ക് എല്ലാ ദിവസവും വേണോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഈ ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഫയലിനെ നമുക്ക് സേവ് ചെയ്ത് ബാക്കപ്പ് എടുക്കണമെങ്കിൽ ബേൺ ചെയ്ത്, അതായത് CD-യിലേക്ക് മാറ്റണമെങ്കിലോ ഒക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഇത്. അത് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് എല്ലാം കൂടെ കൊടുത്താൽ മാത്രമേ ഈ ഓപ്ഷൻസ് കിട്ടത്തുള്ളൂ, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ചാനൽ ഡിസ്പ്ലേ നമുക്കൊരു ആവശ്യമുള്ള ഒരു ഇതാണ്. ചാനൽ ടൈറ്റിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇതാണ്ട് ക്യാമറ, ഇത് വെച്ചാൽ 1, 2, 3, 4 എന്നുള്ള ഇഷ്ടമുള്ള നമ്മളെ ക്യാമറ, അപ്പം ലിവിങ് റൂം, ഡൈനിങ് റൂം, അല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയ, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും പേര് കൊടുത്ത് മാറ്റാൻ പറ്റും. ഇതിനകത്ത് പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ എന്താണെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോഴേ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത തുടർ ക്ലാസ് ഇതേ പാർട്ടിൻ്റെ തുടർച്ചയായിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോഴേ ഇത് കൂടാതെ തന്നെ നമ്മൾ CCTV കൂടാതെ തന്നെ മറ്റുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്.